ഹേ ബിരിയാണി ലവേഴ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ നമ്മുടെ കർണാടക ബംഗളൂരുടെ സ്പെഷ്യൽ ബിരിയാണിയായ ചിക്കൻ ദൊണ്ണെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? ആലിയാസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ലഞ്ച് ഉണ്ടാക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2 സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഡ്രൈ സ്പൈസസ് ആണ്. ബേ ലീഫ്, കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ജാതിപത്രി, പിന്നെ നമ്മുടെ ഏലക്ക. ദൊണ്ണെ ബിരിയാണിയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ ബിരിയാണിയിൽ കാണുന്ന ആ ഒരു പച്ച നിറമാണ്. അപ്പോൾ ആ ഒരു നിറത്തിൻ്റെ മസാലക്കൂട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. മല്ലിയില, പുതിനയില, പിന്നെ പച്ചമുളക്, ഇതാണ് നമ്മുടെ ദൊണ്ണെ ബിരിയാണിയുടെ മസാലയുടെ കൂട്ട്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഒരു സ്മൂത്ത് പേസ്റ്റാക്കി വേണം എടുക്കാനായിട്ട്. 4 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാവുന്നതാണ്. ബിരിയാണിയുടെ മസാലക്കൂട്ട് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. നമുക്കാദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയും നെയ്യും ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ സ്പൈസസ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ആ മസാലകളുടെ നല്ലൊരു മണം വരുന്നോടം വരെ നമുക്കിതൊരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നോടം വരെ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വേഗം വെന്ത് കിട്ടാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ചെടുത്ത നമ്മുടെ ദൊണ്ണെ ബിരിയാണിയുടെ മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നോടം വരെ ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമാണ്. പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു പൊടി എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ്. അത് ഞാൻ ചിക്കനിൽ നേരത്തെ ഇട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചതുകൊണ്ട് ഇതിൽ ചേർക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തൈരും നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചിക്കൻ ഒരു 2 മണിക്കൂർ നേരത്തേക്കായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വെള്ളവും നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. 4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ജീരകശാല അല്ലെങ്കിൽ കൈമാ റൈസ് എന്ന് പറയുന്ന അരിയാണ് നമ്മളിവിടെ ദൊണ്ണെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്ത് വെച്ച് എടുത്ത അരിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ ഹീറ്റ് ഒന്ന് ലോ ആക്കി വയ്ക്കാം. വെള്ളവും അരിയും ഒരേ ലെവലായി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മേളിൽ ഒരു വാഴയില വെച്ച് നന്നായിട്ട് ആ ബിരിയാണി ചെമ്പൊന്ന് മൂടി ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ ചിക്കൻ 65 കബാബും ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഒന്ന് തുറന്നു നോക്കാം. ഉഫ്, എന്താ മണം! വാ വാ, ചൂടോടെ തന്നെ ഇനി ഇവനെ ഒരു ഇലയിലോട്ട് വിളമ്പി എടുക്കണ്ടേ? അരി നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ദൊണ്ണെ ബിരിയാണിയും അതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ചിക്കൻ 65 കബാബും കുക്കുംബറും സവാളയും ഒക്കെ ഇട്ട് നല്ലൊരു സാലഡും, ഇതൊക്കെ ആ ഒരു ഇലയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭംഗി മാത്രമല്ല കേട്ടോ, അപാര ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.